ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ അതായത് രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളുണ്ടല്ലോ, എൻ്റെ ഒരു ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. 2004, 2006 ഒന്ന് ഏറ്റവും പ്രമാദമായ സംഗതി രണ്ടാണ്. ഒന്ന് സ്മാർട്ട് സിറ്റി, രണ്ട് മുല്ലപ്പെരിയാർ ഡാം. മുല്ലപ്പെരിയാർ ഡാമിന് വേണ്ടി ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവും കാണിക്കാത്ത ചങ്കൂറ്റവും എല്ലാം ചെയ്തുകൊണ്ടാണ് ഞാൻ. അന്ന് എൻ്റെ അടുത്ത് അപ്പം ഞാൻ ഇത് ഇപ്പം പൊട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഈ മീഡിയ ഇങ്ങനെ എടുത്ത് ബാങ്കിൽ ഫൈൽ ചെയ്ത് കാണിക്കുള്ളൂ. ഇപ്പോൾ പൊട്ടും ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളങ്ങ് ആകെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് നമുക്കൊന്ന് കാണണമല്ലോ എന്ന് ഞാൻ അവിടെ പോയി മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സൈറ്റിൽ പോയി കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ ഇതൊക്കെ ആ ഒരു ഡേഞ്ചർ പോയിൻ്റൊക്കെ ഉണ്ടെങ്കിലും അത് പൊട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അന്നത്തെ പ്രേമേന്ദ്രനാണ് അന്നത്തെ മന്ത്രി. അപ്പോൾ ഈ സുപ്രീം കോടതിയിലെ കേസിൽ ഈ കേസ് വരുമ്പോഴൊക്കെ സുപ്രീം കോടതിയിലെ ജഡ്ജസിൻ്റെ ചില പരാമർശങ്ങൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതും ഇന്ത്യൻ എക്സ്പ്രസ്സാണ് എനിക്ക് കൂടുതൽ കിട്ടി. കാരണം അവർ കറക്റ്റായിട്ട് എഴുതും. എന്താണ് ജഡ്ജ് ഇപ്പോൾ ചോദിച്ചത് അത് കറക്റ്റായിട്ട് എഴുതും. അപ്പോൾ അതിന് പല കാര്യങ്ങൾ അവർ ഈ ജഡ്ജസ് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് തമിഴ്നാടും കേരളവുമായിട്ടൊരു എമിക്കബിൾ സെറ്റിൽമെൻറ്റുമായിട്ട് നിങ്ങളുടെ അക്രോസ് ദ ടേബിൾ ഇരുന്നുകൊണ്ട് ഇത് ചെയ്തുകൂടാ? അതിനുള്ള കാരണം അന്വേഷിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണലി തമിഴ്നാടിനാണ് ഇതിൻ്റെ അവകാശം, അക്കോർഡിംഗ് ടു ദി ലോ, അക്കോർഡിംഗ് ടു ദി എഗ്രിമെൻറ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ സംഭവം ഡേഞ്ചറസ് ആണെങ്കിലും ഇത് ലോ പ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് ടു റൈറ്റ് ജഡ്ജ്മെൻറ്റ് അഗൻസ്റ്റ് കേരള, വി കാൻ ഡു എനിത്തിങ് എൽസ് എന്നാണ് ജഡ്ജസ് പറയുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള ഒരു ബോധമോ ഒരു 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 അറിവോ നമ്മുടെ ലീഡേഴ്സിനില്ല. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരിക്കൽ ഈ ഇഷ്യൂ വന്നു. അപ്പോൾ ഒരു സമയത്ത് അന്ന് മൻമോഹൻ സിംഗാണ് പ്രൈം മിനിസ്റ്റർ. അദ്ദേഹം പറഞ്ഞു ഞാൻ ജയലളിതയെ വിളിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് പ്രേമേന്ദ്രൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദേവൻ നിങ്ങൾക്ക് തമിഴ്നാട് ഗവൺമെൻറ്റായിട്ട് അറിയാമല്ലോ, ഇതിപ്പോൾ നമ്മൾ തമ്മിലൊരു മീറ്റിംഗ് ഒന്ന് വിളിച്ചു കൂട്ടണം, നമ്മൾ അക്രോസ് ദി ടേബിൾ ഇരുന്ന് കഴിഞ്ഞാൽ, കാരണം നിങ്ങൾക്ക് തമിഴ്നാട് ഗവൺമെൻറ്റായിട്ട് അറിയാമല്ലോ എന്ന് വെച്ചാൽ. അങ്ങനെ ഞാൻ പറഞ്ഞു ശരി, ഞാൻ നോക്കട്ടെ, ഞാനൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പ്രേമേന്ദ്രൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല വേണ്ട കേട്ടോ, അതിൻ്റെ ആവശ്യം വരില്ല, ഞങ്ങൾ ഈ പ്രൈം മിനിസ്റ്റർ ഇടപെട്ടിട്ടുണ്ട്, പ്രൈം മിനിസ്റ്റർ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു വെച്ചാൽ ഞാൻ പിന്നെ തമിഴ്നാട് CMൻ്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്, ജയിലെടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. വന്നു കഴിഞ്ഞ് നമുക്ക് സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ടെൻഷൻ വേണ്ട, അവർ മീറ്റിംഗ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അറിയുന്ന തമിഴ്നാട് രാഷ്ട്രീയം നിങ്ങൾക്കറിയില്ല. ജയലളിത മൻമോഹൻ സിംഗ് വിളിച്ചാൽ പോകില്ല, ഉറപ്പാണെന്ന് പറഞ്ഞു. ഒരു കാരണം വെച്ചാൽ പോകില്ല, അവർ അനങ്ങില്ല. പ്രൈം മിനിസ്റ്റർ അല്ല, പ്രസിഡൻറ്റ് വിളിച്ചാലും അവർ പോകും. അങ്ങനത്തെ ഒരു സ്ട്രോങ് ലേഡിയാണ് അവർ തീരുമാനിച്ച ഒരു സാധനം അവർ മാറുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അല്ലല്ല, അങ്ങനെയല്ല, അത് പ്രൈം മിനിസ്റ്റർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു മീറ്റിങ്ങിന് വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് വരില്ല, എന്തായാലും ദേവൻ ഇപ്പോൾ ഇടപെടണ്ട. ഞാനതങ്ങനെ വിട്ടു. അത് കഴിഞ്ഞിട്ട് വിധി വന്നല്ലോ, വിധി വന്നു. മറ്റേ 42 അടി വരെ ആക്കാം, വരെ നമുക്ക് ചെയ്യാമെന്നുള്ള വെടി വന്നു. അപ്പോൾ ഇദ്ദേഹം പ്രേമേന്ദ്രൻ എന്നെ വിളിച്ചു, ദേവൻ ഇപ്പം അങ്ങനെ ഒരു വിധി വന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, ഒന്നുകൂടി ഒന്ന് ശ്രമിക്കാൻ പറ്റും എന്നെ. പിന്നെ എന്നോട് പറയാൻ ഇവർ വിളിക്കാൻ പറഞ്ഞു. ഞാൻ പോയി, കാരണം എനിക്ക് ഇൻട്രസ്റ്റ് കേരളമാണ്, എനിക്ക് ആ ഒരു ഈഗോ ഒന്നും എനിക്കില്ലല്ലോ. ഞാൻ അപ്പോൾ ജയലളിതനെ കാണാൻ ബുദ്ധിമുട്ടാണ്, അവർ അങ്ങനെയൊന്നും നമ്മളൊന്നും കാണാൻ പറ്റില്ല, അതെനിക്കറിയാം. അപ്പോൾ അന്ന് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായിട്ട് പന്നീർസെൽവമായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു, അവിടെ തമിഴ്നാട് ഫോർട്ടിൽ പോയിട്ട് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടുകൊണ്ടു. അദ്ദേഹം പറഞ്ഞു, അമ്മ ഒരിക്കലും സമ്മതിക്കില്ല, കാരണം ഞങ്ങളുടെ കയ്യിൽ സുപ്രീം കോടതിൻ്റെ ഓർഡർ ഉണ്ടല്ലോ, കാണണമെന്ന് പറഞ്ഞ് ഇയാൾ ഓർഡർ കാണിച്ചു തരാണ്. ഇനിയിപ്പോൾ അതിന് വേറെ എന്ത് നെഗോഷിയേഷൻ്റെ ആവശ്യമില്ല, അതൊക്കെ കഴിഞ്ഞു പോയില്ലേ ദേവൻ, പിന്നെ എന്തിനാണ് നിങ്ങളിവിടെ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് അങ്ങനെയല്ല, ഇതിനകത്തൊരു ഒരു 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 ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ വേണം.
കാരണം കേരളത്തിലെ ജനങ്ങൾ ആകെ ഭീതിയിലാണ്. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടത്തിനെ പറ്റിയിട്ട് അവർ ധരിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അതുകൊണ്ട് ഒന്ന് ചെയ്യുന്നത് ആ സമയത്ത് തന്നെയാണ് ഇവിടെ തമിഴ്നാട്ടിലും കേരളം ബോർഡറിലൊക്കെ അടിപിടി തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആ ഏരിയയിലൊക്കെ ഉണ്ട് അടിപിടി. മറിച്ച് ജോയ് ആലുക്കാസിൻ്റെ സ്വർണ്ണക്കട അടിച്ചു പൊളിച്ചിട്ടുണ്ട് അവിടെ, ടി നഗറിലുള്ളത്. അതൊക്കെ എനിക്കറിയാവുന്നതാണ്. ഞാൻ പറഞ്ഞു ഇതിങ്ങനെ വിട്ടാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ തമിഴന്മാരും മലയാളിയും തമ്മിലുള്ള അടി കൂടുക, ഒരു വലിയൊരു ഒരു സിവിൽ വാറായിട്ട് ഇത് മാറും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒന്ന് കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതിൻ്റെ സൊല്യൂഷനായിട്ടാണ് പോകുന്നത്. വെറുതെ വന്നിട്ട് കൺസിഡറേഷൻ, ഞാനിതിൻ്റെ സൊല്യൂഷൻ ഈ ഡാമിൻ്റെ പ്രശ്നങ്ങളെ പറ്റിയിട്ട് ഞാൻ കംപ്ലീറ്റ് എഞ്ചിനീയർമാരെ കണ്ട് സംസാരിച്ച് ദർ ഇസ് എ ബ്യൂട്ടിഫുൾ സൊല്യൂഷൻ, പ്രാക്ടിക്കൽ ഉണ്ട്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് എക്സ്പ്ലെയിൻ ചെയ്തു ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സയൻസ്. ഞാനത് പടം വരച്ച് കാണിച്ചു കൊടുത്തു. ഈ ഡാമിൻ്റെ ഇത് ഇത്രയുണ്ട്, അത് വെള്ളത്തിൻ്റെ അതിൻ്റെ വെള്ളം നിങ്ങൾ ഇത്രയും ഹൈറ്റിലേക്ക് വേണ്ട. ഇപ്പോൾ ഇതുണ്ടല്ലോ, ഈ തമിഴ്നാട്ടിലേക്ക് പോകുന്ന വെള്ളത്തിൻ്റെ പൈപ്പ് നിൽക്കുന്നത് കുറച്ച് ഹൈറ്റിലാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഹൈറ്റ് കുറച്ചാൽ ഇത് പോകുമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വൈ കാൻ ദിസ് ഇതിനുള്ള പൈപ്പ് ക്യാൻ ബി ലോവഡ്. ഇതിന് ഒരു 20-25 അടി കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ അപ്പോൾ പിന്നെ എത്ര വെള്ളം വന്നാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് അവർക്ക് ഗുണം പറ്റും, കൂടുതൽ വെള്ളം കിട്ടും, റിസ്ക്കും ഇല്ല. അപ്പോൾ ഞാൻ പടം വരച്ച ആൾ കാണിച്ചു കൊടുക്കും, ഇതാണ് പ്രശ്നം. അപ്പോൾ അയാൾ പറഞ്ഞു ഓ അപ്പടിയാ പടവല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, അപ്പോൾ ഞാൻ ഡയഗ്രമായിട്ടാണ് പോയിട്ടുള്ളത്. ഡയഗ്രം ചെയ്ത് ഞാനൊരു എഞ്ചിനീയറായിട്ട് സംസാരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ എന്തെല്ലാം സൊല്യൂഷനാണത് എടുത്തിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇരിക്കൂ, ഞാൻ അമ്മേനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അത് ഈ സാധനം എടുത്തിട്ട് അമ്മയുടെ അടുത്ത് ചെന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വന്നു. അമ്മ ഓക്കെ ചൊല്ലിയ സാർ. കാരണം അമ്മയ്ക്ക് ഇത് കാര്യം ബോധ്യപ്പെട്ടു. കാരണം ഇത് കുറച്ച് കഴിഞ്ഞാലുള്ള ഗുണം ഇതാണ്, ഈ ലെവലുണ്ട്. ഈ ലെവലിൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സ്പേസ് ഉണ്ടല്ലോ, വെള്ളത്തിനുള്ള സ്പേസ് ഉണ്ട്, അപ്പോൾ റിസ്ക് ഇല്ല. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ തമിഴ്നാട്ടിലത്തെ ഒരു മിനിസ്റ്ററും കേരളത്തിലെ ഒരു മിനിസ്റ്ററുമായിട്ട് ഒരു മീറ്റിംഗ് അറ്റ്ലീസ്റ്റ് ഈ ടെമ്പറേച്ചർ ഒന്ന് കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. പണലാമേ പണ്ണു അവർ വളരെ കോപ്പറേറ്റീവായിരുന്നു. ഇതിനെപ്പറ്റി പറഞ്ഞതിന് ശേഷം അവർ ശരി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു മിനിസ്റ്ററെ ഏർപ്പാട് ചെയ്തു. ഞാൻ ഈ പ്രോഗ്രാം ഫിക്സ് ചെയ്ത് പറയാം, അപ്പോഴേക്കും നിങ്ങളുടെ അമേച്ചറെ വിളിച്ചിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തോളൂ, നമുക്ക് അവിടെ ഡാം സൈറ്റിൽ വരാം, അവിടെ വന്നിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വരുന്നു, അങ്ങനെ കാര്യങ്ങൾ വെച്ച്. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെടുന്ന സമയത്ത് എന്നെ വിളിച്ചു. ഞാൻ അങ്ങനെ തന്നെ അവിടെ പോയി. ഞാൻ പ്രേമേന്ദ്രൻ്റെ അടുത്ത് പോയി പറഞ്ഞു. അങ്ങനെ പ്രേമേന്ദ്രൻ അവിടെ വന്നു. ആരണ്യ നിവാസിലാണ് താമസിച്ചത്. അപ്പോഴൊക്കെ ഭയങ്കര ചൂട് പിടിച്ച സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് പ്രേമേന്ദ്രൻ റൂമിൽ പോയി ഞാൻ പറഞ്ഞു അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തമിഴ്നാട് മിനിസ്റ്റർ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയ്യോ ദേവൻ, അത് കംപ്ലീറ്റ് മാധ്യമക്കാരെ പുറത്ത് നിൽക്കുകയാണ്. നമ്മൾ എന്ത് പറയും അവരുടെ അടുത്ത്? അവരൊക്കെ മാധ്യമങ്ങൾ ക്യാമറയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ എന്ത് പറയും? എനിക്കിതൊന്നും പറയാനില്ലല്ലോ. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ച് നിങ്ങളൊന്നും പറയണ്ട, ദയവ് ചെയ്ത് നിങ്ങളൊന്നും പറയണ്ട. അദ്ദേഹം വരുമ്പോൾ ഒന്ന് ഷേക്ക് ഹാൻഡ് കൊടുക്കുക, ഒരു ചായ അങ്ങോട്ട് കൊടുക്കുക, ഒരു ചായ ഇങ്ങോട്ട് കൊടുക്കുക, ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുക. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ടെമ്പറേച്ചർ താഴുമല്ലോ. ഇപ്പം നമ്മൾ ഭയങ്കരമായ ശത്രുക്കൾ കണ്ടപ്പോൾ ആ ടെമ്പറേച്ചർ ഒന്ന് താഴെ പോകും. ഞാൻ പറഞ്ഞു അത് നമുക്ക് ആദ്യം ചെയ്യാം. ഈ ടെമ്പറേച്ചർ ഈ ഒരു തിളച്ച് നിൽക്കുന്ന ആ ടെമ്പറേച്ചറിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടി താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടും, നെഗോഷിയേഷൻ സ്പേസ് കിട്ടുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇയാളുടെ ഒരു സെക്രട്ടറി വന്നിട്ട് ചെവിയിൽ എന്തോ പറഞ്ഞു. അപ്പോൾ ദേവൻ ഇതേ എനിക്ക് അപ്പോഴേക്കും ഒരു സെക്യൂരിറ്റി ഓഫീസർ വന്നിട്ട് പറഞ്ഞു തമിഴ്നാട് എൻ്റെ മിനിസ്റ്റർ ഇസ് ഓൺ ദി വേ, യെസ് അടുത്തെത്തിയിട്ടുണ്ടെന്ന് ഇൻഫർമേഷൻ കൊടുത്തു. ഇദ്ദേഹം എണീറ്റു. ദേവൻ അത് ഡീൽ ചെയ്തോളൂ, ഞാൻ ഇവിടെ ശരിയാവില്ല, എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്കെ പോയി. ഈ കൺവോയ് അങ്ങോട്ട് പോകുന്നു, തമിഴ്നാട് ഗവൺമെൻറ് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ ഇളിഭ്യനായിട്ട് അങ്ങനെ നിൽക്കുക, ഞാൻ ആകാൻ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുക. വാട്ട് ഈസ് ദിസ്?
അങ്ങനെ ഇയാൾ വന്ന ഉടനെ ദേവൻ സാർ വാங்க வாங்க வாங்க உங்கள் அமைச்சர் எங்கே இருக்கா போகலாமா റൂമിൽ ഇരിക്ക. ഞാൻ എന്താ അവരോട് പറയാം? ഞാൻ പറഞ്ഞു സാർ സോറി സാർ അപ്പോൾ അച്യുതാനന്ദനാണ് CM. ഞാൻ പറഞ്ഞു ഈ പമ്പയിലൊരു പ്രശ്നം സാർ, പമ്പയിലൊരു ഇഷ്യൂ നടക്കുന്നുണ്ടിരിക്കുകയാണ് പെട്ടെന്ന്. അപ്പോൾ ഉടനെ ഈ മിനിസ്റ്റർ എടുത്ത് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് CMൻ്റെ ഒരു ഓർഡർ വന്നിട്ട് പെട്ടെന്ന് പോയി. അപ്പടി ഓക്കെ 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 നമുക്ക് ഇനിയൊരു നാൾ വന്ന് பார்க்கல, இல்லைன்னா அவர் அங்கே வரட்டும், അല്ലെങ്കിൽ ഞാൻ இங்கே வரேன், ഞാൻ ട്രിവാൻഡ്രത്തിൽ വരെ அந்த ടൈമിൽ മീറ്റ് பண்ணி வச்சுங்க, எனக்கு வந்து ഡാം பார்க்கலாமா വാങ്ങി. അപ്പോൾ ഞാൻ ഇയാളെയും വിളിച്ചിട്ട് ഡാമിലേക്ക് പോകണമെങ്കിൽ ബോട്ടിൽ പോകണമല്ലോ. അപ്പോൾ അവിടെ നിറച്ച് ക്രൗഡാണ്, ഫുൾ ക്രൗഡാണ്. അപ്പോൾ ഞാൻ ഇയാളെയും പിടിച്ചിട്ട് അങ്ങനെ ഇയാളെ ബോട്ടിൽ കയറ്റി അയാളെ സെക്യൂരിറ്റിയൊക്കെ ആയിട്ട് ബോട്ട് അങ്ങ് നീങ്ങി. അപ്പോൾ ഞാൻ ആദ്യത്തെ യാത്രയും പറഞ്ഞ് ഇങ്ങനെ വരുന്ന സമയത്ത് കുറേ ആൾക്കാർ എന്നെ ബ്ലോക്ക് ചെയ്തു. ഓഹോ കൊള്ളാം, നിങ്ങൾ അവിടെയും കാലിടും ഇവിടെയും കാലിടും അല്ലേ, കൊള്ളാം. നിങ്ങൾ തമിഴ്നാടിൻ്റെ ചാരനല്ലേ, നിങ്ങളുടെ ആയിരക്കണക്കിന് സ്വത്തുള്ള നിങ്ങൾക്ക് അവിടെ ഉണ്ടല്ലോ, ആയിരക്കണക്കിന് സ്വത്ത് ലാൻഡ്, അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളും കൊണ്ടുവന്നിട്ട് ഇത് എടുക്കുന്നല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു ഒരു അമിക്കബിൾ സെറ്റിൽമെൻറ്റിന് ഞാൻ മറ്റേ ജയലളിത ഗവൺമെൻറ്റായിട്ട് സംസാരിച്ചിട്ട് അവർ അയച്ചതാണ് ഇദ്ദേഹത്തെ. ഇത് കണ്ട് നോക്കിയിട്ട് അവർ ഏതാണ്ട് ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊന്നും ഞങ്ങളുടെ വേണ്ട, ഇതൊന്നും പറ്റില്ല, തനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവർ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോഴേക്കും പോലീസ് ഓടി വന്നു. പോലീസ് എന്നോട് പറഞ്ഞു സാറേ വിട്ടോ, സംഗതി ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നിൽക്കുന്ന സമയത്ത് കുറേ സ്ത്രീകളുണ്ട്. അപ്പുറത്ത് നിന്നിട്ട് സ്ത്രീകളായിട്ട് എന്നെ വിളിച്ചിട്ട് സാറേ ഇത് പൊട്ടുമോ എന്ന് ചോദിച്ചു. ഇപ്പോൾ പൊട്ടുമോ അപ്പോൾ ഞാൻ പറഞ്ഞു ഭയങ്കര ശബ്ദമാണത്, ശബ്ദമുഖരിതമാണ് അവിടെ, ഒന്നും അങ്ങോട്ടൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ അമ്മമാരെയും സഹോദരിമാരെയും ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട്, സമാധാനിപ്പിക്കാൻ വേണ്ടി ഇല്ല നിങ്ങളൊന്നും പേടിക്കേണ്ട, ഈ ഡാം ഒരിക്കലും പൊട്ടില്ല, ഉറക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇവർ കണ്ടില്ലേ ഇയാൾ പറയണത്, നേരത്തെ ഞങ്ങൾ പറഞ്ഞതല്ലേ ഇയാൾ സ്പൈ ആണെന്ന്, ഇയാൾ വിടരുതെന്നൊരു പ്രശ്നമുണ്ട് പറഞ്ഞു. ഭാഗ്യത്തിന് പോലീസൊക്കെ വന്ന് എന്നെ പൊക്കി എൻ്റെ കാറിലാക്കി, സാറേ സ്ഥലം വിട്ടോ അല്ലെങ്കിൽ പ്രശ്നമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൂര്യ TV-യിൽ എന്നെ വിളിച്ചു, ദേവേട്ടാ ഇവിടെ ആകെ പ്രശ്നമായിട്ടുണ്ട്, ദേവേട്ടൻ്റെ വരവ്, ദേവേട്ടൻ ഇവിടുത്തെ കള്ളനായിട്ടും സ്പൈ ആയിട്ടാണ് ഇവിടെ എല്ലാവരും പറയുന്നത്.